നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 5ാമത്തെ ചാപ്റ്ററിലെ 4ാം ഖണ്ഡമാണ് വായിക്കുന്നത്. 1ാമത്തെ ശ്ലോകം. അസൗ വാവലോകോ ഗൗതമാഗ്നിസ്തസ്യാദിത്യ ഏവ സമിദ്രശ്മയോ ധൂമോ ഹരശ്ചിർചന്ദ്രമാ അങ്കാര നക്ഷത്രാണി വിസ്ഫുലിംഗാഹ. ഈ ലോകത്ത് ആ ലോകമാണ് യഥാർത്ഥത്തിൽ ഗൗതമ യജ്ഞത്തിന്റെ അഗ്നി. ആ ലോകമാണ് യഥാർത്ഥത്തിൽ ഗൗതമ യജ്ഞത്തിന്റെ അഗ്നി. ഇവിടെ സൂര്യനാണ് ഊർജം, പ്രകാശരശ്മികൾ പുകയാണ്, ദിവസം നാളമാണ്, ചന്ദ്രൻ കൽക്കരിയാണ്, നക്ഷത്രങ്ങൾ സ്ഫുരണങ്ങളാണ്. 2ാമത്തെ ശ്ലോകം. തസ്മിന്നേതസ്മത്തസ്മിന്നഗ്നൗ ദേവാഹ ശ്രദ്ധാം ജുഹ്വതി തസ്യാഹുതേഃ സോമോ രാജാ സംഭവതി. ഈ അഗ്നിയിൽ ദേവന്മാർ ശ്രദ്ധ അർപ്പിക്കുന്നു. ഇതിൽ നിന്ന് സോമരാജാവ് ഉയരുന്നു. അപ്പൊ നമ്മുടെ സാധാരണ ഭൗതിക ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിവിഡൻഡ് കിട്ടാനാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ എല്ലാ ആഗ്രഹങ്ങൾ ഇടപെടുന്നു. നമ്മളെ പ്രവർത്തികൾക്ക് ശക്തി നൽകുന്നത് നമ്മുടെ കോൺഷ്യസ്നസ് ആണ്, ബോധമാണ്. ബോധമാണ് മനസ്സിന് ശക്തി നൽകുന്നത്. ബോധമാണ് ആക്ഷൻസിന് ശക്തി നൽകുന്നത്, ശരീരത്തിന് ശക്തി നൽകുന്നത്. ബോധമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ബോധമില്ലെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥമില്ല. ബോധം എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ്. നമ്മൾ സാധാരണ സയൻസിൽ മനസ്സിലാക്കുന്ന കോൺഷ്യസ്നസ് അവെയർ കോൺഷ്യസ്നസ് അല്ല. ബോധം എല്ലാത്തിനും ബോധമാണ്, അടിസ്ഥാനപരമായിട്ടുള്ള ബോധം. അതുകൊണ്ടാണ് എക്സിസ്റ്റൻസ് ഉള്ളത്. അപ്പൊ ആ ബോധത്തിന്റെ എക്സ്പ്രഷനാണ് സൂര്യൻ. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സൂര്യനാണ് ഈ ലോകത്തിന് എല്ലാം നൽകുന്നത്. സൂര്യൻ ഇല്ലെങ്കിൽ ലോകമില്ല. സൂര്യന്റെ പ്രസൻസ് കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നത്, ഭൂമിയിലെ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്.
ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഭൗതിക പ്രവൃത്തികളെല്ലാം മാക്സിമം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് മേ ബി സ്വർഗരാജ്യങ്ങളിലായിരിക്കാം, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നമുക്ക് പവർ നൽകുന്ന കാര്യങ്ങളായിരിക്കാം, നമുക്ക് അറിവുകൾ നൽകുന്ന കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ശരിക്കും ഭൗതികത തന്നെയാണ്. നമ്മൾ ഭൗതികത എന്ന് സാധാരണ ചിന്തിക്കുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ സ്പിരിച്വാലിറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, മെറ്റീരിയലിസം, ഭൗതികമായിട്ടുള്ള പ്രവർത്തികളിൽ ആഗ്രഹങ്ങളില്ലാതെ പ്രവർത്തിക്കുക, കർമ്മഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുക. നമ്മൾ ഉണർന്നിരിക്കുന്ന അവെയർ ആയിട്ടുള്ള എല്ലാവരും കാണുന്ന ഈ ലോകത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നു. പക്ഷെ ഇവിടെ ചാന്തോക്യോപനിഷത്ത് പറയുന്നത് മനസ്സിന്റെ തലം കൂടിയാണ്. സഹജമാർഗത്തിൽ ഇത് പറയുന്നുണ്ട്, ആക്ഷൻസ് ശരിക്കും മനസ്സിലാണ് തുടങ്ങുന്നത്. തോട്ട്സ് ആർ ആക്ഷൻസ്. ബാബുജി മഹാരാജ് ഒരുപക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ആക്ഷൻസേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തോട്ട്സ് ആണ്. കാരണം അത് പ്രകടമായിട്ടില്ല. അതിവിടെ കൂടുതൽ കൂടുതൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നു. ഒരിക്കലും മുളയ്ക്കാത്ത സീഡ്സ് ആയിട്ട് അതിന് അവസരം കിട്ടും വീണ്ടും അത് പുറത്തേക്ക് വരുന്നു. നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെയുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് അതിന് പറ്റുന്ന അവസരത്തിൽ പുറത്തേക്ക് വരും. ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അയാൾ നമ്മളെക്കാളും പവർഫുൾ ആളാണെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കും. പക്ഷെ അയാൾ പവർ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഉള്ളിലുള്ള ഈ സ്വഭാവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. അതുപോലെയാണ് ഇഷ്ടങ്ങളും. എന്തെങ്കിലും സാധനം ഇഷ്ടമുണ്ട്, നമ്മൾ പൈസ ഇല്ല അതുകൊണ്ട് ചെയ്യില്ല. പക്ഷെ പൈസ വന്ന് ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടി ചെലവാക്കും. അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടാവുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടാലറിയാം. വീട് ഉണ്ടാക്കുന്നു, കാറ് വാങ്ങുന്നു, അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ സീഡ് ഫോം ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സീഡ്സ് നമ്മുടെ ഉള്ളില് ജെർമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റീസ് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. പേഴ്സണാലിറ്റീസ് നമ്മുടെ ഉള്ളിലുള്ള സ്യൂഡോ സെൽസ്, അഹംബോധത്തിന്റെ പല തലങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിനാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ എവിടെയോ സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരല്ല, നമ്മുടെ ഉള്ളിലുള്ള ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുക, അതുപോലെ തന്നെ ധനത്തിന് പ്രാധാന്യം കൊടുക്കുക, ഭൗതികമായിട്ടുള്ള സ്വത്തിന് പ്രാധാന്യം, ഇതൊക്കെ ഉള്ളിലുണ്ട്. ദേവന്മാർ അതിന് പവർ നൽകുന്നു. അത് സമയം എത്തുമ്പോൾ അത് പ്രത്യക്ഷമാവും. അപ്പൊ അവിടെ ത്യാഗം എന്നുള്ള വാക്കിന് അർത്ഥമില്ല, നമ്മൾ ത്യജിച്ചില്ല. ഇപ്പൊ സർവസംഘ പരിത്യാഗിയായിട്ട് വേഷം മാറിയിട്ട് നടന്നിട്ട് കാര്യമില്ല. ഉള്ളില് ഇത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ വരും. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അത് അപകടമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അടുത്ത ജന്മം ഒരുപക്ഷെ ഗൃഹസ്ഥാശ്രമികളായിട്ട് തന്നെ വരേണ്ടി വരും. ശങ്കരാചാര്യരോട് മണ്ഡനമിശ്രന്റെ ഭാര്യ ചോദിച്ച ചോദ്യം, ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പരകായ പ്രവേശനം നടത്തി. അപ്പോഴേ ആ വിദ്യ നേടി. അപ്പൊ നമ്മുടെ ഉള്ളില് ഉണ്ടാകുന്ന അറിവ് അത് മാനിഫെസ്റ്റ് ചെയ്യാണ്ട് അതിനൊരു അർത്ഥമില്ലാണ്ടായിട്ട് മാറും. അതാണ് ഈ പറയുന്നത്. അതുപോലെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി അത് മാനിഫെസ്റ്റ് ചെയ്യാണ്ട് അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പൊ നമ്മൾ ശുദ്ധീകരണത്തിലുള്ള സഹജമാർഗത്തിൽ ക്ലീനിങ് എന്ന് പറയും. ക്ലീനിങ്ങിലൂടെ ഈ തരത്തിലുള്ള സംസ്കാരങ്ങൾ എടുത്തു കളയും. എങ്കിലും പലപ്പോഴും ടെൻഡൻസീസ് അവിടെ നിലനിൽക്കുന്നു. അപ്പൊ ദാജി ഈ അടുത്ത കഴിഞ്ഞ ഭണ്ഡാര സന്ദേശത്തിൽ പറയുന്നത് ഈ ടെൻഡൻസീസ് അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിന് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാകും. ഈ ടെൻഡൻസീസ് എങ്ങനെയാണ് മാറ്റുക? ടെൻഡൻസീസ് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് സത്സംഗങ്ങൾ വേണം. വീണ്ടും 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 ആ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഇരിക്കണം. ശരിക്കുള്ള ഡിവൈൻ ആയിട്ടുള്ള അന്തരീക്ഷത്തിലില്ല. ഈ ലോകമല്ല, പരലോകമല്ല, അതൊന്നുമല്ല. ഈശ്വരനുമായിട്ടുള്ള സാമീപ്യമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുന്ന മെഡിറ്റേഷൻ സെഷൻസ്. അതാണ് ശരിക്കും സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗത്തിൽ ചെന്നിട്ട് അവിടെ നല്ല സീറ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക, അതാണെങ്കിൽ സത്സംഗം എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും ഈശ്വരന്റെ അടുത്തായിട്ടുണ്ടോ, ഈശ്വരനുമായിട്ട് കണക്റ്റഡ്. അത് വീണ്ടും 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 ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ടെൻഡൻസീസ് അലിഞ്ഞലിഞ്ഞ് പോയിട്ട് നമ്മൾ ക്രമേണ ആ ലോകത്തിലേക്ക് ഉയരുന്നു. അതിന്റെ സ്വഭാവം നമുക്ക് വരാൻ തുടങ്ങും. നമ്മളത് പ്രിഫർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ നോക്കിയാലേ നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ സഹജമാർഗത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചിലപ്പോ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേ വരുള്ളൂ. ഇപ്പൊ ഭക്ഷണം കാണുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. സത്സംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ. അപ്പൊ അവർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയല്ലോ. അതുമായി തന്നെ സത്സംഗം കഴിഞ്ഞ ഉടനെ തന്നെ പരദൂഷണത്തിന് പോകുന്ന ആൾക്കാർ, അവരത് പ്രിഫർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതാണ് അവർ വൈബ്രേറ്ററി കോൺഷ്യസ്. സത്സംഗം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം മാത്രം.
അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഈ സത്സംഗത്തെ പെർമനന്റ് ആക്കണമെന്ന് നമ്മൾ വീണ്ടും 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 അത് നമ്മൾ പ്രാക്ടീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ തരത്തിലെ മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.